അർജന്റീനയുമായുള്ള നിർണായക ലോകകപ്പ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഈജിപ്ത് പുറത്തായിരുന്നു. ഈ പ്രീ ക്വാർട്ടർ മത്സരത്തിനൊക്കെ മുന്നോടിയായി ഈജിപ്ത് ഫുട്ബോൾ ടീം കോച്ച് ഹൊസാം ഹസൻ നടത്തിയ രാഷ്ട്രീയ പ്രസ്താവന, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കായിക ലോകത്തിൽ രാഷ്ട്രീയം പറയണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനുള്ള മറുപടി പറയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. എന്തായാലും ആ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള വിജയത്തിനു ശേഷം ഫലസ്തീൻ പതാകയേന്തി മൈതാനത്ത് വികാരഭരിതനായ ഹസൻ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തി. ഭൂമിയിൽ പലസ്തീനികളോട് അനുകമ്പയില്ലാത്തവർ മനുഷ്യരല്ലെന്നും മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പോലും ശബ്ദമുയർത്തുന്ന ആധുനിക ലോകം മിസൈലേറ്റ് വീഴുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികളുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ഫിഫയുടെ ആദർശങ്ങളെ മുൻനിർത്തി മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് വാചാലനായ ഹസന്റെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ കയ്യടി ലഭിച്ചു. പക്ഷേ കേരളത്തിൽ നമുക്കറിയാം, ഹമാസിന് ഫാൻസ് കൂടുതലുണ്ട്. ഗസയിലേക്ക് മാത്രം നോക്കി കണ്ണുനീര് പൊഴിക്കുന്ന പ്രത്യേകമായ കണ്ണുനീർ ഫാക്ടറികൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരേ ചോരയാണെന്നും എല്ലാ മനുഷ്യജീവനും ഒരേ വിലയാണെന്നും മനസ്സിലാക്കാത്ത ആളുകൾ ജൂതന്മാർ മരിക്കുമ്പോൾ കൈയടിക്കുകയും ഗസയിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനു നേരെ കണ്ണുനീർ പൊഴിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം, ഒരു സെലക്റ്റീവ് കരച്ചിൽ നമ്മുടെ നാട്ടിൽ വരാറുണ്ട്. എന്തായാലും കോച്ചിൻ്റെ പ്രസ്താവനയ്ക്ക് നമ്മുടെ നാട്ടിൽ വലിയ സ്വീകാര്യത കിട്ടി. പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ കപട രാഷ്ട്രീയത്തെയും ചരിത്രപരമായ ഇരട്ടത്താപ്പിനെയും തുറന്നു കാട്ടേണ്ടത് അത്യന്തം അനിവാര്യമാണ്. ഫലസ്തീനിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സമാനതകളില്ലാത്തതാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ജീവിതം മെച്ചപ്പെട്ട രീതിയിലേക്ക് വരണം. അവിടെ നടക്കുന്ന ആക്രമണങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നും ഇതെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഹമാസ് പോലെ, ഹിസ്ബുള്ള പോലെ, ഹൂത്തികൾ പോലെയുള്ള മിലിറ്റന്റ് ഫോഴ്സുകളെ ഇറാൻ പോലെയുള്ള വലിയ രാഷ്ട്രങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളമായി സംസാരിച്ചാണ്. ഞാനുണ്ട് ആ വഴിയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയാൻ ഈജിപ്തിന്, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ കോച്ചിന്, അദ്ദേഹത്തിന് പറയാം അദ്ദേഹം പിന്താങ്ങുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അതല്ല എങ്കിൽ. പക്ഷേ ഈജിപ്ത് പോലൊരു രാഷ്ട്രത്തിന് ഗസയെ ഇന്നത്തെ നരകതുല്യമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടതിന് കൃത്യമായ പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഹസൻ ഇവിടെ മനുഷ്യത്വത്തിൻ്റെ പ്രവാചകനാകാൻ ശ്രമിക്കുന്നത്. ഹമാസിൻ്റെ ഭീകരതയെ കണ്ണടച്ച് പിന്തുണയ്ക്കുകയും ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയും ചെയ്യുന്നൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ അതേ രാഷ്ട്രീയ ശൈലിയാണ് ഈജിപ്ഷ്യൻ കോച്ചും ഇവിടെ പുറത്തെടുക്കുന്നത്. ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് കണ്ണോടിച്ചാൽ ഫലസ്തീൻ ജനതയെ ഇന്നത്തെ ഗതികേടിലേക്ക് തള്ളിവിട്ടതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത് ഈജിപ്ത് എന്ന രാജ്യത്തിനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വായിച്ചിട്ട് കാര്യമില്ല. ചരിത്രത്തെ ന്യൂട്രലായി നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1948 ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പ്ലാൻ അനുസരിച്ച് ഫലസ്തീനികൾക്ക് സ്വന്തമായ ഒരു രാജ്യം യാഥാർത്ഥ്യമാകേണ്ടതായിരുന്നു. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുക എന്ന വംശഹത്യ ലക്ഷ്യത്തോടെ ഫലസ്തീനികളെ മുൻനിർത്തി യുദ്ധത്തിനിറങ്ങിയത് ഇതേ ഈജിപ്തായിരുന്നു. ഇസ്രായേലിനെ കടലിൽ താഴ്ത്തുമെന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്നും വീടുകളിൽ നിന്നും അഭയാർത്ഥികളായി നഖ്ബ എന്ന ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് ഈജിപ്തിന്റെ തെറ്റായ യുദ്ധനയങ്ങളായിരുന്നു. ഫലസ്തീൻ ജനതയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ പ്രവിശ്യ വർദ്ധിപ്പിക്കാനായിരുന്നു ഈജിപ്ത് അന്ന് ശ്രമിച്ചത്. ഇതിന് തെളിവാണ് ആ യുദ്ധത്തിനൊടുവിൽ ഫലസ്തീനികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഗസ മുനമ്പ് ഈജിപ്ത് ബലമായി പിടിച്ചെടുത്ത് സ്വന്തം അധീനതയിലാക്കിയത്. ഇസ്രായേലുമായി സമാധാന ചർച്ചകൾ നടത്തി ഫലസ്തീൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ച ജോർദാനിലെ അബ്ദുള്ള രാജാവിന്റെ നിലപാടുകളെ അട്ടിമറിക്കാനും ഈജിപ്ത് മുന്നിൽ നിന്നു. തുടർന്ന് 1967 6 ദിന യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്നും കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നതുവരെ ഗസയെ തങ്ങളുടെ കീഴിൽ അമർത്തിവെച്ച് ഭരിക്കുകയായിരുന്നു ഈജിപ്ത് ചെയ്തത്. ചുരുക്കത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഇന്ന് സ്വന്തമായ ഭൂമിയില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയതിൽ ഈജിപ്തിൻ്റെ പങ്ക് അത് ചെറുതല്ല. വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും ഈജിപ്തിൻ്റെ കാപട്യം നമുക്ക് വ്യക്തമാകും. 2007 ഭീകര സംഘടനയായ ഹമാസ് ഗസയുടെ ഭരണം പിടിച്ചെടുത്തയുടൻ ഗാസയുമായി അതിർത്തി പങ്കിടുന്ന റാഫ അതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടിയ രാജ്യം ഇതേ ഈജിപ്താണ്. അതായത് അതിർത്തി കടന്ന് ഒരൊറ്റ ഫലസ്തീൻകാരൻ പോലും സ്വന്തം രാജ്യത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ കൂറ്റൻ കോൺക്രീറ്റ് മതിലുകൾ നിർമ്മിക്കുകയും ഇരുമ്പ് ഗേറ്റുകൾ സ്ഥാപിച്ച് 24 മണിക്കൂറും കനത്ത സൈനിക നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തത് ഈജിപ്താണ്. അതായത് ഫലസ്തീനികൾക്ക് ഞങ്ങളുടെ നാട്ടിൽ സ്പേസ് കൊടുക്കേണ്ട എന്നും ഞങ്ങൾക്ക് അവർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കില്ല എന്ന നിലപാടെടുത്ത രാഷ്ട്രമായിരുന്നു ഈജിപ്ത്. യുദ്ധകാലത്ത് പോലും ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് തങ്ങളുടെ അതിർത്തി വഴി അഭയം നൽകാൻ ഈജിപ്ത് തയ്യാറായിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കണം, ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ എതിരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുൻകൂറായി നോട്ടീസ് നൽകുകയും അറിയിപ്പുകൾ നൽകുകയും അതിനുശേഷം അഭയാർത്ഥികളാവുന്ന ആളുകൾക്ക് ഭക്ഷണ കിറ്റ് നൽകുകയും അവർക്ക് സുരക്ഷിതമായ താവളങ്ങളിലേക്ക് അവരെ മാറ്റുകയും ചെയ്യുന്ന നിരവധി എയ്ഡ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ അവിടെ നടത്തി വരുന്നുണ്ട്. ആ രീതികൾ പോലും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ല. പക്ഷേ ഈജിപ്ത് എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ
കപടമായി ഒരു കാര്യം മുന്നോട്ട് വെക്കുകയാണ്. സ്വന്തം സഹോദരങ്ങളായി പ്രഖ്യാപിക്കുന്ന ജനതയോട് അതിർത്തികൾ കൊട്ടിയടച്ച് ക്രൂരത കാണിക്കുന്ന ഈജിപ്ത് തന്നെയാണ് ഇപ്പോൾ ലോകവേദികളിൽ വന്ന് മനുഷ്യത്വത്തെക്കുറിച്ച് വാചാലരാകുന്നത്. ഫുട്ബോൾ മൈതാനങ്ങളിൽ ഇത്തരം വികാര പ്രകടനങ്ങൾ നടത്തി കയ്യടി നേടാൻ ശ്രമിക്കുന്നവർ തങ്ങളുടെ സ്വന്തം രാജ്യം ഫലസ്തീനികളോട് ചെയ്ത ചതികൾ കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടാലും മിണ്ടുന്നില്ല. കളിക്കാൻ വരുന്നവർ കായിക രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കും പൊളിറ്റിക്സ് ഒക്കെ ആവാം. പക്ഷേ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ മുടിവെച്ച് സകല മേഖലകളിലും ഇത്തരത്തിൽ നിങ്ങളുടെ വർഗീയവാദം കുത്തിക്കയറ്റാനും ഇരവാദ നിലവിളികൾ ഉയർത്തി ലോകത്തെ കബളിപ്പിക്കാനും ശ്രമിക്കുന്നത് തികഞ്ഞ കാപട്യമാണ്. ഈജിപ്ഷ്യൻ കോച്ചിന്റെ പ്രസംഗം കേട്ട് കൈയടിക്കുന്നതിന് മുൻപ് ഗസയിലെ ജനങ്ങളെ അതിർത്തിക്ക് പുറത്തു നിർത്തി ശ്വാസം മുട്ടിക്കുന്നതിൽ സ്വന്തം രാജ്യം വഹിക്കുന്ന പങ്ക് എന്താണെന്ന് ഹൊസാം ഹസൻ ആത്മപരിശോധന നടത്തണം. ഹൊസാം ഹസൻ ആത്മപരിശോധന നടത്തിയില്ലെങ്കിലും ഹസൻ പറഞ്ഞത് എന്തോ മഹത്തരമായ കാര്യമാണെന്ന് പറഞ്ഞ് അതിനെ കൊട്ടിഘോഷിച്ച് നടക്കുന്നവരെങ്കിലും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്.